ഇന്നലെ പറഞ്ഞു തന്ന ഏതെങ്കിലും പോർഷൻസ് മനസ്സിലാവാത്ത പ്രശ്നമുണ്ടോ? അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും പോർഷൻസ് ഡൗട്ട്സ് ഉണ്ടോ എന്തെങ്കിലും? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ വെറുതെ. സ്ക്രീൻ വിസിബിൾ ആണോ? ഓക്കെ. സോ നമ്മൾ ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്നത് ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ കാൽക്കുലേഷൻ ആണ് അല്ലെ. ഒരു ബോഡി ഒരു കണ്ടെയ്നർ ഓഫ് ലിക്വിഡ് സ്റ്റാറ്റിക് ഫ്ലൂയിഡിൽ ഇറക്കി വെച്ചാൽ ആ ബോഡിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്ട് ചെയ്യുന്ന ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ എമൗണ്ട് എത്രയാണ് കണ്ടുപിടിക്കാനാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ അതിന്റെ ഏതെങ്കിലും കണ്ടീഷൻ പറഞ്ഞു, 3 കണ്ടീഷൻസ് പറഞ്ഞു. ഒരു പ്ലെയിൻ സർഫസിന്റെ ഇൻക്ലൈൻഡ് ആയിട്ട് വെക്കുന്ന കണ്ടീഷൻ, ഒരു തീറ്റ ഡിഗ്രി ആംഗിളിൽ ഇൻക്ലൈൻഡ് ആയിട്ട് വെക്കുന്ന കണ്ടീഷൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് തീറ്റ 90 ആവും, അതായത് വെർട്ടിക്കൽ കണ്ടീഷൻ പറഞ്ഞു. ദെൻ തീറ്റ 0 ആവുമ്പോൾ അതായത് ഹൊറിസോണ്ടൽ കണ്ടീഷൻ പറഞ്ഞു അല്ലെ. ആ കണ്ടീഷനിലൊക്കെ എന്ത് പറഞ്ഞു? ടോട്ടൽ പ്രഷർ, ടോട്ടൽ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ടോട്ടൽ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കണ്ടുപിടിച്ചു. ടോട്ടൽ പ്രഷർ കണ്ടുപിടിച്ചു അല്ലെ. എഫ് എത്രയായിരുന്നു? റോ ജി ഇൻറ്റു എച്ച് ബാർ ഇൻറ്റു എ വരും. ഇനി അതുപോലെ വേറെ എന്താ കണ്ടുപിടിച്ചോളൂ? സെന്റർ ഓഫ് പ്രഷർ കണ്ടുപിടിച്ചു അല്ലെ. സോ സെന്റർ ഓഫ് പ്രഷർ എന്തായിരുന്നു? ഏത് പോയിന്റിലാണ് ഈ ടോട്ടൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, ആ പർട്ടിക്കുലർ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ആ പർട്ടിക്കുലർ പോയിന്റിനെ മീൻ ഫ്രീ സർഫസിൽ നിന്ന് വാട്ടറിന്റെ ഫ്രീ സർഫസിൽ നിന്ന് ആ പർട്ടിക്കുലർ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്, ആ ഹൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയും? സെന്റർ ഓഫ് പ്രഷർ എന്ന് പറയും അല്ലെ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ ഇന്നലെ ഇത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരുന്നു. ചില കേസസിൽ ഈ പ്ലെയിൻ സർഫസിന് പകരം എന്തായിരിക്കും ഉണ്ടാകുക? കർവ്ഡ് സർഫസ് ആയിരിക്കും ഉണ്ടാകുക. ക്ലിയർ? പ്ലെയിൻ സർഫസിന് പകരം കർവ്ഡ് സർഫസ് ഉണ്ടാവും. ഒരു സെക്കൻഡ്, ഒറ്റ സെക്കൻഡ് ഹോൾഡ് ചെയ്യാം. ആർക്കെങ്കിലും ജോയിനിങ് റിക്വസ്റ്റിന്റെ ബുദ്ധിമുട്ട് വരുന്നുണ്ടോ? ഹലോ, ഓഡിബിൾ അല്ലേ സൗണ്ട്? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ 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 ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞോളൂ കർവ്ഡ് സർഫസ് ആണ് അല്ലെ. സോ കർവ്ഡ് സർഫസ് ഇങ്ങനെ ഒരു എല്ലാ കേസിലും എന്തായിരിക്കില്ല, പ്ലെയിൻ സർഫസ് ആയിരിക്കും. സപ്പോസ് ഒരു ഡാമിന്റെ കേസിൽ എടുത്തോ, അതിന് ഒരു ചില എഡ്ജൊക്കെ കർവ്ഡ് എഡ്ജസ് ആയിരിക്കും അതിന്റെ ബേസ്മെന്റിലൊക്കെ ഉണ്ടാകുന്നത്. സോ അങ്ങനെ കർവ്ഡ് സർഫസ് വരുമ്പോൾ ഉണ്ടാകുന്ന ടോട്ടൽ ഫോഴ്സ് ആണ് ഒഴുകുക. പക്ഷെ നമ്മൾ ഇതിന് പ്ലെയിൻ സർഫസ് കണ്ടുപിടിച്ച പോലെയല്ല, ചെറിയൊരു ഡീവിയേഷൻ ഉണ്ട് റൈറ്റ്. സോ പ്ലെയിൻ സർഫസ് നമ്മൾ എന്ത് ചെയ്ത് സ്റ്റാർട്ടിംഗ് ഒക്കെ സിമിലർ ആണ്. നമ്മൾ എന്ത് ചെയ്യും? ഇനീഷ്യലി ഒരു എലമെന്ററി ഏരിയ കണ്ടുപിടിക്കണം അല്ലെ. ഒരു എലമെന്ററി ഏരിയ ഡി എ കണ്ടുപിടിച്ചു. ദെൻ ഈ എലമെന്ററി ഏരിയക്ക് എപ്പോഴും നമ്മൾ എന്താ പറഞ്ഞ, ഇനീഷ്യലി സ്റ്റാർട്ടിങ് നമ്മൾ പറഞ്ഞ കാര്യമാണ്, പ്രഷർ ഫോഴ്സ് എപ്പോഴും ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും. പ്രഷർ ഫോഴ്സ് ഏരിയക്ക് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ. സോ ഇവിടെ ടോട്ടൽ ഡി എഫ് ഫോഴ്സ്, ടോട്ടൽ അല്ല എലമെന്റിലില്ല എലമെന്റൽ ഫോഴ്സ്, അത് ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ഫോഴ്സ് വരും, ഡി എഫ് റൈറ്റ്. ദെൻ ഈ നോർമലി നമ്മൾ പ്ലെയിൻ സർഫസിന്റെ കാര്യത്തിൽ എന്ത് ചെയ്തേ? എലമെന്ററി കണ്ടുപിടിച്ചു, എലമെന്ററിയിൽ ഇന്റഗ്രേറ്റ് ചെയ്തു. പക്ഷേ കർവ്ഡ് സർഫസിന്റെ കേസിൽ വരുമ്പോൾ അത് ഡിഫിക്കൽട്ട് ആണ്. കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ കർവ്ഡ് സർഫസിൽ ഈ പ്രഷറിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഓരോ പോയിന്റിനും ചേഞ്ച് ചെയ്ത് വരും റൈറ്റ്. മറ്റേ നമ്മൾ ഒരു പർട്ടിക്കുലർ ഇൻക്ലിനേഷനിൽ കൊടുത്താൽ എല്ലാം ഒരേ ഡയറക്ഷനിലായിരിക്കും. പക്ഷെ ഒരു കർവ്ഡ് സർഫസ് ആകുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ടോട്ടൽ ഫോഴ്സ് അല്ലെങ്കിൽ ഓരോ ഫോഴ്സ് ഓരോ പോയിന്റിലും ഡയറക്ഷൻ വേരിയേഷൻ, കാരണം നമ്മൾ ഇൻക്ലിനേഷൻ മാറി 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 വരില്ലേ, ഒറ്റ ഇൻക്ലിനേഷനിലല്ലല്ലോ ഉള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ജസ്റ്റ് അസംഷൻ എടുക്കാണ്, ഒരു പോയിന്റ് പോലെ എടുത്തിട്ട് ഈ വരുന്ന നോർമൽ ഫോഴ്സിനെ, അതായത് ഒരു പർട്ടിക്കുലർ ഇപ്പൊ എച്ച് ഹൈറ്റിലാണ് ഞാൻ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ പോയിന്റ് ജസ്റ്റ് എലമെന്റ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ആയിട്ട് എടുക്കുക. ദെൻ അവിടെ ഒരു നോർമൽ ഫോഴ്സ്, ടോട്ടൽ നോർമൽ ഫോഴ്സ് വരുമല്ലോ
ഒരു ഡി എഫ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ മാർക്ക് ചെയ്യാൻ വിട്ടുപോയതാണ് ടോട്ടൽ ഡി എഫ് എന്നുള്ളത്. ഇതിനെ ഞാൻ എന്ത് ചെയ്തു, ഹൊറിസോണ്ടലിയും വെർട്ടിക്കൽ പ്ലെയിനിലും സ്പ്ലിറ്റപ്പ് ചെയ്തു. ഹൊറിസോണ്ടൽ പ്ലെയിനിലും സ്പ്ലിറ്റ് ചെയ്തു, വെർട്ടിക്കൽ പ്ലെയിനിലും സ്പ്ലിറ്റ് ചെയ്തു. വെർട്ടിക്കൽ പ്ലെയിനിൽ വരുന്നതില്ല, ഹൊറിസോണ്ടൽ പ്ലെയിനിൽ എന്ത് വരും, ഡി എഫ് എക്സ് വരും. സോറി, വെർട്ടിക്കൽ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്നത്, ഐ മീൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആക്ട് ചെയ്യുന്നത് വെർട്ടിക്കൽ പ്ലെയിൻ. അങ്ങനെ വരുന്നത് എന്ത് വരും, ഡി എഫ് എക്സും. വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്നത് ഡി എഫ് വൈയും വരും. റൈറ്റ്. ഇനി ഇതേ ഈ ഡി എ എന്നുള്ളത് ഞാൻ എന്ത് ചെയ്തു, ഇതിനെ ഒന്ന് റിസോൾവ് ചെയ്തു. കാരണം ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കും, നമ്മൾ പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് നോർമൽ ടു ദ ഏരിയ ആയിരിക്കുമല്ലോ, ഏരിയക്ക് നോർമൽ ആയിട്ട് വരും. അപ്പം ഈ ഡി എഫ് എക്സിന് നോർമൽ ആയിട്ട് വരുന്ന ഏരിയ ഏതാണ്, ഡി എ സൈൻ തീറ്റ എന്നുള്ള കമ്പൗണ്ട് ആയിരിക്കും. ഡി എഫ് എക്സ് എന്നുള്ള ഫോഴ്സിന് നോർമൽ കമ്പൗണ്ട് ആയിട്ട് വരുന്നത് ഡി എ സൈൻ തീറ്റയും, ഡി എഫ് വൈ എന്നുള്ള ഫോഴ്സിന് നോർമൽ കമ്പൗണ്ട് ആയിട്ട് വരുന്നത് ഡി എ കോസ് തീറ്റയാണ്. റൈറ്റ്. ഇത്രയും മനസ്സിലാക്കുക. ടോട്ടൽ ഫോഴ്സ് എടുത്തിട്ട്, ഐ മീൻ എലമെന്റൽ ഫോഴ്സ് എടുത്ത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം ഡയറക്റ്റ്ലി അത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് കമ്പോണന്റ് ആക്കി, ഡി എഫ് എക്സും ഡി എഫ് വൈയും ആക്കി. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോർമൽ സർഫസസ് കണ്ടുപിടിച്ചു. ഡി എ സൈൻ തീറ്റയും കണ്ടുപിടിച്ചു, ഡി എ കോസ് തീറ്റയും കണ്ടുപിടിച്ചു. റൈറ്റ്. ഇനി നമ്മൾ എപ്പോഴും പറഞ്ഞാണ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഫോഴ്സ് ഒരു പർട്ടിക്കുലർ ഡെപ്ത്. ഇവിടെ എന്താ പറയണേ, ഈ പോയിന്റ് എലമെന്റൽ ഏരിയ എന്ന് പറയുന്നത് എത്ര ഡെപ്ത് ആണ് കാണിച്ചിട്ടുണ്ട്, ഇവിടെ ഒരു എച്ച് ഹൈറ്റ് എച്ച് ഡെപ്തിൽ കാണിച്ചിട്ടുണ്ട്. സോ എല്ലാ കേസിലും ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഫോഴ്സിന്റെ ഇക്വേഷൻ, ഹൈഡ്രോസ്റ്റാറ്റിക് ലോ എന്താണ്, എച്ച് പി ഇസ് ഈക്വൽ ടു റോ ജി എച്ച് ആണ്. ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ അറ്റ് ഡെപ്ത് ഓഫ് എച്ച് വിൽ ബി ഈക്വൽ ടു പി ഇസ് ഈക്വൽ ടു റോ ജി എച്ച്. റൈറ്റ്. അപ്പൊ ഫോഴ്സ് എന്തായിരിക്കും, നോർമൽ ഫോഴ്സ് ഓൺ ദാറ്റ് എലമെന്റൽ ഏരിയ വിൽ ബി ഡി എഫ് ഇസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ, പി ഇൻറ്റു ഡി എ വരും. ഇനി നമ്മൾ അതിന് എന്ത് ചെയ്തു, ടോട്ടൽ പ്രഷറിനെ എന്ത് ചെയ്തു, ടോട്ടൽ എലമെന്റൽ ഫോഴ്സിനെ നമ്മൾ സ്പ്ലിറ്റ് അപ്പ് ചെയ്തു എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും. സോ ഡി എഫ് എക്സ് വന്നു, ഡി എഫ് വൈ വന്നു. സോ ഡി എഫ് എക്സ് എന്ത് കിട്ടും, പി ഇൻറ്റു, അതായത് പ്രഷർ ഇൻറ്റു അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോർമൽ ഏരിയ. ഡി എഫ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോർമൽ ഏരിയ നമ്മൾ ഇവിടെ പറഞ്ഞു, ഇപ്പുറത്ത് പറഞ്ഞത് ഡി എഫ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡി എ സൈൻ തീറ്റയും, ഡി എഫ് വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഡി എ കോസ് തീറ്റയും വരും. ഓക്കെ. സോ ഡി എഫ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വരും, ഡി എ സൈൻ തീറ്റ. സോ ഇക്വേഷൻ വിൽ ബിക്കം ഡി എഫ് എക്സ് ഈക്വൽ ടു പി ഇൻറ്റു ഡി എ സൈൻ തീറ്റ എന്ന് വരും. സോ പി എന്താ, നമ്മൾ ഓൾറെഡി പറഞ്ഞു, റോ ജി എച്ച് ആണ്. സോ ഇക്വേഷൻ ഡി എഫ് എക്സ് വിൽ ബി ഈക്വൽ ടു റോ ജി എച്ച് ഡി എ സൈൻ തീറ്റ വരും. അതുപോലെ ഡി എഫ് വൈ ഇസ് ഈക്വൽ ടു പി ഡി എ കോസ് തീറ്റ വരും. എഫ് വൈക്ക് ഡി എഫ് വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടില്ല നോർമൽ സർഫസ് എന്ന് പറയുന്നത് ഡി എ കോസ് തീറ്റ ആണ്. സോ ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ, ദാറ്റ് ഈസ് പി ഇൻറ്റു ഡി എ കോസ് തീറ്റ. റൈറ്റ്. സോ പ്രഷർ എന്താ, റോ ജി എച്ച് ആണ്. സോ പ്രഷർ റോ ജി എച്ച് ഈക്വൽ ടു, സോ ഡി എഫ് ഈസ് ഈക്വൽ ടു റോ ജി എച്ച് ഇൻറ്റു ഡി എ കോസ് തീറ്റ വരും. ഇനി ഇതിന്റെ ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കണം. എഫ് എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ഈ എലമെന്റൽ ഡി എഫ് എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. എലമെന്റൽ ഡി എഫ് എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്ത ഇന്റഗ്രൽ റോ ജി എച്ച് ഡി എ സൈൻ തീറ്റ വരും. എഫ് വൈൻ്റെത് ഇന്റഗ്രൽ റോ ജി എച്ച് ഡി എ കോസ് തീറ്റയും വരും. റൈറ്റ്. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി അപ്പൊ നമ്മുടെ എഫ് എക്സിന്റെ കേസിൽ എന്ത് പറഞ്ഞു, റോജി ഇന്റഗ്രൽ, അതായത് ഈ ഇന്റഗ്രൽ ഇക്വേഷൻ്റെ അകത്ത് എന്ത് ചെയ്തു, ഈ റോജി കോൺസ്റ്റന്റ് ആക്കി എടുത്തു. റോജി കോൺസ്റ്റന്റ് ആക്കി എടുത്താല് എന്താ സംഭവിച്ചേ, ഈ റോജി ഇന്റഗ്രേഷന് പുറത്തു വന്ന റോജി ഇന്റഗ്രൽ എച്ച് ഡി എ സൈൻ തീറ്റ എന്ന് വരും. റോജി ഇന്റഗ്രൽ എച്ച് ഡി എ സൈൻ തീറ്റ. ഇനി ഇതിൽ ഡി എ സൈൻ തീറ്റ നോക്കുക, അതായത് നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിനിലുള്ള ഏരിയ. ഈ പ്രൊജക്ഷൻ നോക്കുക, ഇതാണ് ഡി എ സൈൻ തീറ്റ അല്ലെ. ഇവിടെ ഒരു എലമെന്റിൽ കർവ്ഡ് സർഫസ് ഉണ്ട്, കർവ്ഡ് സർഫസിന്റെ വെർട്ടിക്കൽ പ്രൊജക്ഷൻ എടുത്തു, വെർട്ടിക്കൽ പ്ലെയിനില്. അപ്പൊ ഈ ഡി എ സൈൻ തീറ്റ എന്ന് പറയുന്നത് ശരിക്കും ഒന്ന് 3D ഒന്ന് ചിന്തിച്ചു നോക്കിയാണ്, അതിനൊരു 3 ഡയമെൻഷണൽ വ്യൂവിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അതിനെ വരുന്ന വെച്ചാൽ ഒരു പ്രൊജക്ട് ചെയ്തെന്താ വരിക, നമ്മൾ ഗ്രാഫിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഒരു പ്രൊജക്റ്റഡ് ഏരിയ എന്നുള്ളത് അല്ലെ. ഒരു കർവ്ഡ് ഇങ്ങനെ ഒരു സർഫസിന് പ്രൊജക്ട് ചെയ്ത ഒരു റെക്ടാംഗുലർ ഷേപ്പിലേക്കല്ലേ വരിക. അതായത് നമ്മുടെ സ്ക്രീനിലേക്ക് ഒരു ഡെപ്ത് ഉണ്ടാവും, ഈ കർവ്ഡ് സർഫസ് ഉണ്ടാവും, ഒരു എഡ്ജ്, ദെൻ സ്ക്രീനിന്റെ നമ്മൾ കാണുന്ന സ്ക്രീനിലേക്ക് ഒരു ഡെപ്ത് ഹൈറ്റ് ഉണ്ടാവും അല്ലെ.
അതിനെ നമ്മൾ പ്രൊജക്ട് ബാക്കിലോട്ടൊന്ന് പ്രൊജക്ട് ചെയ്ത് 3 ഡയമെൻഷനിൽ പ്രൊജക്ട് ചെയ്ത് നോക്കി എന്താ വരിക? ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കി, അങ്ങനെ എടുക്കാൻ പറ്റും വീണ്ടും. ഓക്കെ, ഒരു റെക്ടാംഗിൾ പ്രൊജക്ഷൻ ആയിട്ടാണ് വരിക. ഈ ഡി എ സൈൻ തീറ്റ എന്നുള്ളത് ഈ ഒരു ലെങ്ത് ഒന്ന് ജസ്റ്റ് ഇതിന്റെ ഒരു 3 ഡയമെൻഷണൽ വ്യൂവിൽ വരുമ്പോൾ എന്താ വരിക? ഇതിനൊന്ന് ബാക്കിലേക്ക് പ്രൊജക്ട് ചെയ്യുക, ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കി എങ്ങനെ വരും? നമുക്കൊരു റെക്ടാംഗിൾ കിട്ടും അല്ലേ? അതുപോലെ ഇവിടെ വരും ഡി എ കോസ് തീറ്റയും എന്താ വരിക? ഒരു പെർട്ടിക്കുലർ റെക്ടാംഗിൾ ഹൊറിസോണ്ടൽ ഏരിയ വരിക അല്ലേ? ഡി എ കോസ് തീറ്റേനെ ഒന്ന് പ്രൊജക്ട് ചെയ്താൽ എന്താ, താഴോട്ടേക്ക് ഒന്ന് പ്രൊജക്ട് ചെയ്ത് നോക്കി അതിന് 3 ഡയമെൻഷണൽ വ്യൂ കൊടുത്താൽ എന്താ വരിക? അതും ഒരു പ്രൊജക്റ്റഡ് ഏരിയ ആയിട്ടാണ് വരിക. അങ്ങനെ വരുമ്പോൾ ഡി എ സൈൻ തീറ്റ എന്താ? ഒരു വെർട്ടിക്കൽ പ്രൊജക്ഷൻ ആണ്. ഏരിയ ഡി എ എലമെന്റൽ ഏരിയന്റെ വെർട്ടിക്കലി ഉള്ള പ്രൊജക്ഷൻ ആണ് എന്ത്? ഡി എ സൈൻ തീറ്റ. ഇനി എഫ് എക്സ് എന്ന് പറയുന്ന, അങ്ങനെ വരുമ്പോൾ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഓൺ ദ പ്രൊജക്റ്റഡ് ഏരിയ ഓഫ് കർവ്ഡ് സർഫസ് ഓൺ എ വെർട്ടിക്കൽ പ്ലെയിൻ. ഒരു നമ്മൾ വെർട്ടിക്കൽ പ്ലെയിനിലേക്കാണ് എന്ത് ആക്ട് ചെയ്യുന്നത്? എഫ് എക്സ് ആക്ട് ചെയ്യുന്നത്. റൈറ്റ്, ഇനീഷ്യലി ഫിഗർ ഒന്ന് മനസ്സിൽ കൊടുക്കുക. എഫ് എക്സ് ആക്ട് ചെയ്യുന്നത് ഇവിടെ വെർട്ടിക്കലി ഉള്ള ഒരു പ്ലെയിനിലാണ്. എലമെന്റൽ ഏരിയനെ നമ്മൾ വെർട്ടിക്കലി ബാക്കിലോട്ട് ഒന്ന് പ്രൊജക്ട് ചെയ്തു, ഡി എ സൈൻ തീറ്റനെ ഒരു റെക്ടാംഗിൾ കിട്ടി. ആ ഫേസിലേക്കാണ് എന്ത്? ഒരു നോർമൽ പ്രഷർ ഫോഴ്സ് ആയിട്ട് ആ ഏരിയയിലേക്ക് ആക്ട് ചെയ്യുന്നു. റൈറ്റ്, സോ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നത്? ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഓൺ ദാറ്റ് പ്രൊജക്റ്റഡ് ഏരിയ ഓഫ് കർവ്ഡ് സർഫസ്, ആ കർവ്ഡ് സർഫസിന്റെ ടോട്ടലി വരുന്ന വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് എത്രത്തോളം ഏരിയ പ്രൊജക്ട് ചെയ്യുന്നുണ്ടോ, കർവ്ഡ് സർഫസിനെ നമ്മൾ എന്ത് ചെയ്തു? ഒരു 3 ഡയമെൻഷനിൽ പ്രൊജക്ട് ചെയ്തു. റൈറ്റ്, അപ്പൊ എന്ത് കിട്ടും? ഒരു പ്ലെയിനർ സർഫസ് ഏരിയ കിട്ടും. ആ പ്ലെയിനർ സർഫസ് ഏരിയ എവിടെ വരിക? ഒരു വെർട്ടിക്കൽ പ്ലെയിനിൽ വരിക. നമ്മൾ ഗ്രാഫിക്സിൽ പഠിച്ചിട്ടുണ്ട്, എച്ച് പി വി പി ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഹൊറിസോണ്ടൽ പ്ലെയിൻ വരും, വെർട്ടിക്കൽ പ്ലെയിനും ഉണ്ട്. റൈറ്റ്, അതുപോലെ ഇവിടെ ഒരു വെർട്ടിക്കൽ പ്ലെയിൻ കൺസിഡർ ചെയ്താൽ ഈ കർവ്ഡ് സർഫസ് നമ്മൾ ഈ വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് ഒന്ന് പ്രൊജക്ട് ചെയ്തു. പ്രൊജക്ട് ചെയ്ത് എന്താ വരിക? ഒരു പ്ലെയിനർ സർഫസ് ഏരിയ കിട്ടും. അപ്പൊ ഈ എഫ് എക്സ് എന്ന് പറയുന്നത് ഇതിന് നോർമൽ ആയിട്ടാണുള്ളത് അല്ലെ? ടോട്ടൽ എഫ് എക്സ് എന്ന് പറയുന്നത് ഇതിന് ഈ ഏരിയക്ക് നോർമൽ ആയിട്ടാണുള്ളത്. സോ എന്ത് വരും? ഇറ്റ് വിൽ ബിക്കം ദ ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഓൺ ദാറ്റ് പ്രൊജക്റ്റഡ് ഏരിയ ഓഫ് കർവ്ഡ് സർഫസ് ഓൺ എ വെർട്ടിക്കൽ പ്ലെയിൻ. ഇനി സിമിലർലി നമ്മൾ ഡി എ കോസ് തീറ്റയെ വെക്കും. ഡി എ കോസ് തീറ്റ പ്രൊജക്ട് ചെയ്ത് എന്താ വരിക? ഇറ്റ് വിൽ ബി എ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ ഓഫ് ഡി എ ആണ് അല്ലെ? നമ്മൾ വെർട്ടിക്കൽ പ്രൊജക്ഷൻ ആയിട്ട് ഡി എ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഡി എ കോസ് തീറ്റ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ ആയിരിക്കും. പക്ഷെ ഇവിടെ വരുന്ന ഒരു ഡിഫറൻസ് ഉണ്ട്, എഫ് എക്സും എഫ് വൈയും തമ്മിൽ വരുന്ന ഒരു ഡിഫറൻസ് ഉണ്ട്. കാരണം എഫ് എക്സ് എന്ന് പറയുന്നത് കറക്റ്റ് പ്രഷർ ഫോഴ്സ് ആണ് വരുന്നത്. പക്ഷെ എഫ് വൈന്റെ കേസ് നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അടിയിൽ ഒരു ഹൊറിസോണ്ടൽ ഏരിയ വന്നു, അതിനെ എച്ച് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ഹൈറ്റും ഏരിയയും ബേസിലെ ഒരു ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ ഒരു ഏരിയ വന്നു ഡി എ കോസ് തീറ്റ, അതിന്റെ മുകളിൽ വരുന്ന ഒരു ഹൈറ്റ് വന്നു. അപ്പൊ ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്തായാലും നമുക്ക് കിട്ടുക? ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കി, ഒരു കർവ്ഡ് സർഫസ്, ഒരു ബക്കറ്റ്, ഒരു ടാങ്കിന്റെ ഒരു എൻഡ് കർവ്ഡ് ആണ്, അതിനെ ഒന്ന് പ്രൊജക്ട് ചെയ്ത് നോക്കി. അപ്പൊ അടിയിൽ ഒരു ഏരിയ കിട്ടി. ആ ഏരിയന്റെ മുകളിലേക്കുള്ള ഹൈറ്റിനെ കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് വരിക, ടോട്ടൽ വോളിയം ഓഫ് ആ പ്ലേസിൽ വരിക. സോ എച്ച് ഡി എ കോസ് തീറ്റ എന്ത് വരും? എച്ച് ഡി എ കോസ് തീറ്റ ഇസ് ദ വോളിയം ഓഫ് ലിക്വിഡ് contained between this curved surface extended up to free surface. Right, ഫ്രീ സർഫസ് വരെയുള്ള ഹൈറ്റ് ആണ് ആ കർവ്ഡ് സർഫസിന് ഫ്രീ സർഫസ് വരെയുള്ള ഹൈറ്റ് ആണ് എച്ച്. റൈറ്റ്, ഡി എ കോസ് തീറ്റ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പ്രൊജക്റ്റഡ് ഏരിയ ആണ്, ഒരു പ്ലാനാർ സർഫസ് ഏരിയ. ആ സർഫസ് ഏരിയനെ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? വോളിയം കിട്ടും. സോ വോളിയം മീൻ ആ കർവ്ഡ് സർഫസിനും ഈ ഫ്രീ സർഫസും ലിക്വിഡ് ഉണ്ടാവുമല്ലോ, ഈ രണ്ട് പൊസിഷൻ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടോട്ടൽ എമൗണ്ട് അല്ലെങ്കിൽ ടോട്ടൽ വോളിയം ഓഫ് ലിക്വിഡ്, എത്ര വോളിയം അതിൻ്റെ ഉള്ളിൽ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും, അതാണ് എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്? എച്ച് ഡി എ കോസ് തീറ്റ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ? സോ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് എന്തോന്ന് വരും? ടോട്ടൽ വോളിയം വരും. ക്ലിയർ? സോ ദസ് ഇന്റഗ്രൽ എച്ച് ഡി എ കോസ് തീറ്റ എന്ന് പറയുന്നത് എന്ത് വരും? ടോട്ടൽ വോളിയം കണ്ടെയ്ൻ ബിറ്റ്വീൻ ദ കർവ്ഡ് സർഫസ് എക്സ്റ്റെൻഡഡ് അപ് ടു ഫ്രീ സർഫസ്. ആ കർവ്ഡ് സർഫസിനും ഫ്രീ സർഫസിനും ഇടയ്ക്കുള്ള എത്രത്തോളം വോളിയം ഉണ്ട് അതാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇനി അതിനെ റോജി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? റോജി എന്താ? നമ്മൾ ഇനീഷ്യലി വെയിറ്റ് പ്രോപ്പർട്ടീസ് പഠിക്കുമ്പോൾ അല്ല ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് പഠിക്കുമ്പോൾ പഠിച്ചതാണ്. റോജി ഇൻറ്റു വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? നമുക്ക് ടോട്ടൽ വെയിറ്റ് കിട്ടും അല്ലെ? അപ്പൊ വെർട്ടിക്കൽ ഡയറക്ഷനിൽ നമുക്ക് എന്താ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ആ സർഫസിന്റെ ഇതിന്റെ നമ്മൾ
ടോട്ടൽ വെയിറ്റ് ഫോഴ്സ് ആ വരിക. ആ കർവ്ഡ് സർഫസിലേക്ക് വരുന്നത് ടോട്ടൽ വെയിറ്റ് ഫോഴ്സ് ആണ് ഫ്ലൂയിഡിന്റെ, അല്ലേ? അപ്പൊ ഇനി Fy എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോ വെയിറ്റ് ഓഫ് ലിക്വിഡ് സപ്പോർട്ടഡ് ബൈ ദ കർവ്ഡ് സർഫസ് അപ് ടു എ ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ്. അതായത് ഈ കർവ്ഡ് സർഫസിന്റെ മുകളിലോട്ടേക്ക് എത്രത്തോളം ലിക്വിഡ് ഉണ്ടോ അതിന്റെ വെയിറ്റ് ആണ് Fy ഡയറക്ഷനിലേക്ക് വരുന്നത്. Fx ഡയറക്ഷനിൽ ടോട്ടൽ പ്രഷർ ഫോഴ്സും വരും, റൈറ്റ്? ഇനി ഇത് ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുള്ളൂ, കുറച്ചും കൂടി ക്ലാരിറ്റി ആയിട്ട് കിട്ടും. പിന്നെ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് ചിന്തിക്കേണ്ട നിങ്ങൾ. ഏകദേശം Fx എന്ന് പറയുന്നത് ടോട്ടൽ പ്രഷർ ഫോഴ്സ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. Fy എന്ന് പറയുന്നത് വെയിറ്റ് ആയിരിക്കും എവിടെ? കർവ്ഡ് സർഫസ് വരുന്ന കണ്ടീഷനിൽ മാത്രം. അല്ല, കർവ്ഡ് സർഫസ് മാത്രം നമ്മൾ ഇത്രയും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്നുള്ളൂ. ബാക്കിയൊക്കെ ഒന്നുമില്ല, സാധാരണ നോർമലി. ബാക്കി പ്ലെയിൻ ആണെങ്കിൽ ജസ്റ്റ് ഒരു എലമെന്റൽ ഏരിയ കൺസിഡർ ചെയ്യുക, എലമെന്റൽ ഏരിയയിൽ ഫോഴ്സ് കണ്ടുപിടിക്കുക, എലമെന്റൽ ഫോഴ്സ് കണ്ടുപിടിക്കുക, അതിന് ഇന്റഗ്രേറ്റ് ചെയ്ത ടോട്ടൽ ഫോഴ്സ് കിട്ടി. ക്ലിയർ? ഇനി അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇനി Fx കിട്ടി, Fyയും കിട്ടി. അപ്പൊ ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കണം. Fx ഈക്വൽ ടു, സോ നമ്മൾ ടോട്ടൽ ഫോഴ്സിന്റെ എന്ത് ചെയ്തതാണ്? കമ്പോണന്റ് ആക്കിയതാണ് Fx Fyയും. സോ അതിന് റിസൾട്ടന്റ് കാണാൻ യൂഷ്വലി എന്താ നമ്മൾ റൂട്ട് ഓഫ് Fx² പ്ലസ് Fy² എടുത്താൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും, ടോട്ടൽ മാഗ്നിറ്റ്യൂഡ്. ഇനി ഒരു ഫോഴ്സിന് എന്ത് വേണം? മാഗ്നിറ്റ്യൂഡ് വേണം, ഡയറക്ഷൻ വേണം. സോ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എന്ത് വരും? തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് Fy ബൈ Fx. നമ്മൾ യൂഷ്വലി റിസൾട്ടന്റ് കാണുന്നത് നമ്മുടെ ട്രയാങ്കുലർ ലോയിലും നമ്മൾ പഠിച്ചതാണ്, മെക്കാനിക്സിൽ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ബേസിക് ആയിട്ടില്ല, മെക്കാനിക്സിൽ നമ്മൾ +2 പഠിച്ചു വരുന്ന കാര്യങ്ങളൊക്കെ. സോ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ? തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് Fy ബൈ Fx വരും. ടോട്ടൽ ഫോഴ്സ് F ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് Fx² പ്ലസ് Fy² വരും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്ത് വരിക? ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഫോഴ്സ് ആണ് കർവ്ഡ് സർഫസ്. ഇനി നെക്സ്റ്റ് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബോയൻസി ആണ്. നമ്മള് ചെറിയ ക്ലാസ് മുതൽ കേട്ട് വരുന്ന ടേമാണ് ബോയൻസി, അല്ലെ? സോ എന്താ ബോയൻസി? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മളൊരു ബോഡിനെ ഒന്നിക്ക് ഫുള്ളി ഒരു വാട്ടറിലേക്ക് ഇമേഴ്സ് ചെയ്ത് വെക്കുന്ന ഒരു പാർഷ്യലി ഫ്ലോട്ടിങ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഇതിനെ ഒരു ഫ്ലൂയിഡിന്റെ അകത്ത് നിന്ന് ഒരു ലിഫ്റ്റിംഗ് ഫോഴ്സ് മുകളിലോട്ടേക്ക് കൊടുക്കും, അല്ലെ? നമ്മളൊരു ഒബ്ജക്റ്റിനെ വെള്ളത്തിലേക്ക് ഇമേഴ്സ് ചെയ്യാൻ നോക്കുമ്പോൾ എന്താ ചെയ്യുക? വെള്ളത്തിന്റെ അടിയിൽ നിന്ന് ഒരു ഫോഴ്സ് തിരിച്ച് ഇങ്ങോട്ട് വന്ന് ഇതിനെ പൊക്കാൻ നോക്കൂലേ? ആ നോക്കുന്ന ആ ഒരു ഫോഴ്സിനെയാണ് തിരിച്ച് റിയാക്ഷൻ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനാണ് എന്താ പറയുക? ബോയൻ ഫോഴ്സ് എന്ന് പറയും, അല്ലെ ടെൻഡൻസിനെയാണ് എന്താ പറയുക? ബോയൻസി എന്ന് പറയും, അല്ലെ? നമ്മൾ മുന്നേ നമുക്ക് ഫിസിക്കലി എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്, അല്ലെ? നമ്മൾ മുന്നേ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ജനറൽ വേയിൽ ഒരു സയന്റിഫിക് വേയിൽ എക്സ്പ്ലനേഷൻ കൊടുത്തത് എന്താ പറയും? When a body is wholly or partially immersed in a fluid, the hydrostatic lift due to net vertical component of hydrostatic pressure force experienced by the body is called buoyant force, and that phenomena is called buoyancy. അതായത് നമ്മളൊരു ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്തു? ഇമേഴ്സ് ചെയ്ത് വെക്കും, കംപ്ലീറ്റ്ലി സബ്മേർജ് ചെയ്ത് വെക്കും ലിക്വിഡിലേക്ക്. സോ അതിന്റെ ടോപ്പ് ഫേസിലും ബോട്ടം ഫേസിലും ഓരോ പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുമല്ലോ. ഇതിൽ എല്ലാ സൈഡിലും ഉണ്ടാവല്ലോ പ്രഷർ ഫോഴ്സ്. ഈ പ്രഷർ ഫോഴ്സിന്റെ കൊണ്ട് ഒരു വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ഇല്ല ഫോഴ്സ് ഒക്കെ ഈക്വലന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ക്യാൻസൽ ചെയ്തു. ദെൻ വെർട്ടിക്കൽ ഡയറക്ഷനിലായിരിക്കും നമ്മൾ ഹൈറ്റ് വേരി ചെയ്യുന്നതിനനുസരിച്ച് പ്രഷർ ഫോഴ്സിൽ വേരിയേഷൻ വരിക. അപ്പോൾ ഈ രണ്ട് ഡയറക്ഷനിലുള്ള ഫോഴ്സ് കാരണം ഒരു നെറ്റ് വെർട്ടിക്കൽ ഫോഴ്സ് ഉണ്ടാവും അവിടെ. ഈ വെർട്ടിക്കൽ ഫോഴ്സ് കാരണം എന്ത് ചെയ്യും? മുകളിലേക്ക് ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് ലിഫ്റ്റ് വരും, മുകളിലേക്ക് ഒരു പുഷ് വരും. ആ പുഷ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ പറയാ ബോയൻ ഫോഴ്സ് എന്ന് പറയും. ഇനി ആ പുഷ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, അല്ലെ ആ ഫിനോമിന, അങ്ങനെ ഒരു ഒക്കെ ചെയ്യുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്താ പറയാ? ബോയൻസി എന്ന് പറയും. ഓക്കെ, ഈ ബോയൻസിന്റെ കാൽക്കുലേഷൻസ് എല്ലാം മെയിൻലി വന്നത് ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിലാണ്, അല്ലെ? ഇതൊക്കെ നമ്മൾ ബേസ് ക്ലാസ് പഠിക്കുന്നത്. നമുക്ക് ഇതിന്റെ ഒരു എങ്ങനെ കണ്ടീഷൻ ബാക്കി നോക്കാം. ഞാൻ ഇപ്പൊ പറഞ്ഞതിനെ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതാണ്. റൈറ്റ്? സോ നോക്കൂ, ഞാൻ ഒരു വാട്ടർ കണ്ടീഷൻ കൊടുത്തു. ഒരു ഫ്രീ സർഫസ്, ഇതിനോട്ട് ഒരു ഫ്രീ കണ്ടെയ്നർ ലിക്വിഡ്, അതിലേക്ക് ഒരു ഫ്രീ സർഫസ് ലിക്വിഡ്, അതിനകത്തേക്ക് ഞാനൊരു സിലിണ്ടർ ഇറക്കി വെച്ചു. സിലിണ്ടർ സബ്മേർജ് ചെയ്ത് വെക്കും. അപ്പൊ ഇതിന് ടോപ്പ് ഫേസ് ഞാനൊരു M എന്ന് കൊടുത്തു, ബോട്ടം ഫേസിന് N എന്ന് കൊടുത്തു. റൈറ്റ്? ഈ വെർട്ടിക്കൽ ഡയറക്ഷനാണല്ലോ പ്രഷർ ഫോഴ്സിൽ വേരിയേഷൻ ഉണ്ടാവുക. ബാക്കിയെല്ലാം ഈക്വൽ ആയിട്ട് ക്യാൻസൽ ആയി പോകും, ബാക്കി എല്ലാ ഡയറക്ഷനുള്ളത് ഈക്വലി ക്യാൻസൽ ആയി പോകും. ഇനി ഈ ടോപ്പ് ഫേസിന്റെ ഹൈറ്റ് ഫ്രീ സർഫസിൽ നിന്നുള്ള ഹൈറ്റ് H1 ആയിട്ടും ബോട്ടം ഫേസിലേക്ക് H2 കൊടുത്തു. സോ ടോപ്പ് ഫേസിൽ വരുന്ന പ്രഷർ ഫോഴ്സിനെ P1 × A എന്ന് കൊടുത്തു,
ബോട്ടം ഫേസിൽ വരുന്നതിന് P2 into A എന്ന് കൊടുത്തു. ക്ലിയർ ആണല്ലോ? ഇനി ഇങ്ങനെ വരുമ്പം ടോപ്പ് ഫേസ്, അതായത് എം ഫേസ്, ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഓൺ എം എന്ന് പറയുന്നത് റോ ജി ഇൻറ്റു ആ ഹൈറ്റ് എത്രയാണ് H1. ദെൻ എന്നിൽ എന്ത് വരും? റോ ജി ഇൻറ്റു ഹൈറ്റ് എത്രയാണ് H2, റൈറ്റ്? ഇതിന് രണ്ടിന്റെയും ഡയറക്ഷൻ ശ്രദ്ധിക്കണം, ഒന്ന് താഴോട്ടും ഒന്ന് മുകളിലോട്ടാണ്. ഓക്കെ, കാരണം ഇതിന്റെ ഇത് കംപ്ലീറ്റ്ലി ഇമേഴ്സ്ഡ് ആണ്, സബ്മേർജ്ഡ് ആണ്. അപ്പൊ ഇതിന്റെ ബോട്ടം ഡയറക്ഷൻ ആണ് ഫ്ലൂയിഡ് ഉണ്ടാവുക, ഇതിന്റെ ടോപ്പ് ഡയറക്ഷൻ ആണ് ഫ്ലൂയിഡ് ഉണ്ടാവുക. ഓക്കെ, ഇതിന്റെ ടോപ്പ് ഡയറക്ഷനിൽ ഫ്ലൂയിഡ് ഉണ്ടാവും, ഇതിന്റെ ബോട്ടം സൈഡിലാണ് ഫ്ലൂയിഡ് ഉണ്ടാവുക. സോ ഫ്ലൂയിഡ് ഈ ബോഡിയിലേക്ക് ഒരു പ്രഷർ ആക്ട് ചെയ്യുക. ഓൾവേസ് ഫ്ലൂയിഡ് will act a force on this body. So top phase it will be in the downward direction and bottom phase it will be on upward direction. So നമ്മൾ buoyant force എന്താ പറഞ്ഞ net vertical component of forces ആണ്. So താഴോട്ടും മേലോട്ടുള്ള ഫോഴ്സിന്റെ നെറ്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. സോ ഏതോ വലുതായിരിക്കും? എൻ ഫേസിലായിരിക്കും, റോ ജി H2 ആയിരിക്കും. സോ P2 minus P1 into A അല്ലെങ്കിൽ P2A minus P1A എടുത്തു നെറ്റ് ഫോഴ്സ് കിട്ടാൻ വേണ്ടി. P2A minus P1A. സോ A കോമൺ ആയിട്ട് എടുത്ത് പുറത്തിട്ടു, P2 minus P1 into A വന്നു. ഇനി it will be equal to rho G H2 minus rho G H1 into A. P2 എന്തായിരുന്നു? rho G H2 ആണ്. P1 എന്ന rho G H1 ആണ്. rho G H2 minus rho G H1 into A. It will be equal to ഇതിനകത്ത് rho G A കോമൺ ആയിട്ട് എടുത്തു, rho G into A into H2 minus H1 അല്ലേ? ഇനി നോക്കും, ഈ H2 minus H1 എന്താ? H2 minus H1 ഈ സിലിണ്ടറിന്റെ ലെങ്ത് ആണ് അല്ലെ? സോറി, സിലിണ്ടറിന്റെ ലെങ്ത് ആണ് H2 minus H1. ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. സോ ലെങ്ത്തിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്താ വരിക? വോളിയം അല്ലെ? സോ ലെങ്ത്തിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് വോളിയം ആണ്. സോ H2 minus H1 into A എന്ന് പറയുന്നത് വോളിയം ഓഫ് സിലിണ്ടർ ആണ് അല്ലെ? സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഡിസ്പ്ലേസ്ഡ് വോളിയം ഓഫ് ഫ്ലൂയിഡ് ആയിരിക്കും. അതായത് നമ്മളൊരു സാധനം, ഒരു കണ്ടെയ്നർ, ഒരു സിലിണ്ടർ ഇതിലേക്ക് വെച്ചു, ഒരു വാട്ടർ ലിക്വിഡിലേക്ക് ഇമേഴ്സ് ചെയ്ത് വെക്കും. അപ്പൊ അവിടെ ഓൾറെഡി ഒരു സ്പേസിൽ ലിക്വിഡ് ഫീൽഡ് ആണല്ലോ, അത് ലിക്വിഡ് ഉള്ള സ്പേസിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത്രയും വോളിയം ഓഫ് സോളിഡ് സർഫസ് അല്ലെങ്കിൽ ഒരു സോളിഡ് സബ്സ്റ്റൻസിനെ ഇറക്കി വെക്കുന്നത്. അപ്പൊ ആ ലിക്വിഡ് വോളിയം അതിനെ അവിടെ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് ഡിസ്പ്ലേസ് ചെയ്ത് കളയുകയാണല്ലോ ചെയ്യുന്നത്. ചില സമയത്ത് നമ്മൾ ഡിസ്പ്ലേസ് ചെയ്ത് പുറത്തേക്ക് വെള്ളം തെറിച്ചു അല്ലെ? അപ്പൊ അതിന് ഡിസ്പ്ലേ അത്രയും വോളിയത്തിനെയാണ് അവിടെ ഡിസ്പ്ലേസ് ചെയ്യുന്നത്. ക്ലിയർ? നമ്മള് ഇതിന്റെ സിലിണ്ടറിന്റെ വോളിയത്തിന് കപ്പാസിറ്റി എത്രയാണോ അതേ വോളിയം ആയിരിക്കും സ്പേസ് അവിടെ എവിടെ ഉണ്ടാവും? ഫ്ലൂയിഡ് മീഡിയം ഉണ്ടാവും. ഇതവിടെ കൊണ്ടുപോയി വെക്കുമ്പോൾ എന്ത് ചെയ്യുക? അവിടെ ഉണ്ടായ ഫ്ലൂയിഡിനെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് ആ സ്പേസിലേക്കാണ് ഇത് ഒക്യുപ്പൈ ചെയ്യുന്നത്, റൈറ്റ്? സോ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ഈ സിലിണ്ടറിന്റെ വോളിയം എത്രയാണോ അത്രയും വോളിയം തന്നെയായിരിക്കും ഡിസ്പ്ലേസ് ചെയ്ത് പോകുന്ന ഫ്ലൂയിഡിന്റെ വോളിയം. ഓക്കെ, സോ ഡിസ്പ്ലേസ്ഡ് വോളിയം ഇൻറ്റു റോ ജി എന്തായിരിക്കും? വെയിറ്റ് ഓഫ് ദാറ്റ് ഡിസ്പ്ലേസ്ഡ് ഫ്ലൂയിഡ് ആയിരിക്കും. വെയിറ്റ് ഓഫ് ദാറ്റ് ഡിസ്പ്ലേസ്ഡ് ഫ്ലൂയിഡ് ആയിരിക്കും. സോ വേറൊരു ഡെഫിനേഷൻ കൊടുക്കുകയാണെങ്കിൽ, ബോയന്റ് ഫോഴ്സിന് വേറൊരു ഡെഫിനേഷൻ കൊടുക്കുകയാണെങ്കിൽ, ബോയന്റ് ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു വെയിറ്റ് ഓഫ് ഡിസ്പ്ലേസ്ഡ് വോളിയം ഓഫ് ലിക്വിഡ്, റൈറ്റ്? എത്രയാണോ ഡിസ്പ്ലേസ്ഡ് ചെയ്തു പോകുന്ന വോളിയം, അതായത് ഈ ഫ്ലൂയിഡ് എത്രത്തോളം ഡിസ്പ്ലേസ് ചെയ്ത് പോകണ്ടോ ആ വോളിയം ഓഫ് ലിക്വിഡിന്റെ വെയിറ്റ് ഉണ്ടാവല്ലോ, അതിന് ഈക്വൽ ആയിരിക്കും എന്ത്? ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? ഒരു ഡെഫിനേഷൻ എന്താ പറഞ്ഞേ? ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് നെറ്റ് വെർട്ടിക്കൽ കമ്പോണന്റിന്റെ നെറ്റ് ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും. പിന്നെ ഒന്ന് പറഞ്ഞത് ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ വെയിറ്റ് ഓഫ് ദ ഡിസ്പ്ലേസ്ഡ് വോളിയം ഓഫ് ലിക്വിഡ് ആയിരിക്കും. സോ വോളിയം ഓഫ് ഇമേഴ്സ്ഡ് ബോഡി വിൽ ബി ഈക്വൽ ടു വോളിയം ഓഫ് ഡിസ്പ്ലേസ്ഡ് ഫ്ലൂയിഡ്, ഓൾറെഡി ഞാൻ പറഞ്ഞു. സോ ബോയന്റ് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? റോ ജി ഇൻറ്റു വി വരും. ഓക്കെ, വി എന്താ? ഡിസ്പ്ലേസ്ഡ് എമൗണ്ട് ഓഫ് വോളിയം. ക്ലിയർ? ഇനി നമ്മൾ സെന്റർ ഓഫ് പ്രഷർ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? സെന്റർ ഓഫ് പ്രഷർ പറഞ്ഞു. സിമിലർലി വരുന്ന ഒരു കണ്ടീഷൻ ആണിത് സെന്റർ ഓഫ് ബോയൻസി. സെന്റർ ഓഫ് പ്രഷർ പറഞ്ഞു, അതിന് സിമിലർ ആയിട്ട് വരുന്നതാണ് എന്ത്? സെന്റർ ഓഫ് ബോയൻസി. എന്തായിരുന്നു സെന്റർ ഓഫ് പ്രഷർ? നമ്മളെ ടോട്ടൽ പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് സെന്റർ ഓഫ് പ്രഷർ അല്ലെ? അതുപോലെ ബോയന്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റിനാണ് എന്താ പറയുക? സെന്റർ ഓഫ് ബോയൻസി എന്ന് പറയുക. ദ പോയിന്റ് അറ്റ് വിച്ച് ബോയന്റ് ഫോഴ്സ് ആക്ട് ഈസ് നോൺ ആസ് സെന്റർ ഓഫ് ബോയൻസി.
ഓക്കെ. സോ നമ്മൾ യൂഷ്വലി സെന്റർ ഓഫ് ബോയൻസി നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് ബി വെച്ചിട്ടാണ്. സെന്റർ ഓഫ് ബോയൻസിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണെന്ത്? ബി. ഇതുവരെ പറഞ്ഞില്ല, എവിടെയെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടോ? ബോയൻസിയിലോ സെന്റർ ഓഫ് ബോയൻസിയിലോ പറഞ്ഞതിൽ ആ കൺസെപ്റ്റ് ക്ലിയർ ആണോ? മനസ്സിലാക്കിയിട്ട് പോവാന്നുള്ളതുകൊണ്ടാണ്. എടുക്കാൻ ഒരുപാടുണ്ടായി, ഞാൻ പതുക്കെ എടുത്ത് പോകുന്നത്. അല്ലാതെ സർവർ എടുത്ത് തീർത്തിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് കൂടെ മനസ്സിലാവണം. ഞാൻ പോർഷൻ തീർത്തു എന്നുകൊണ്ട് കാര്യമില്ലല്ലോ. പറടാ, എന്തോ റിപ്ലൈ ഇല്ലാതെ. എവിടെ? ഫസ്റ്റ് മോഡ്യൂളോ? ഫസ്റ്റ് മോഡ്യൂള് രണ്ട് മൂന്ന് ടോപ്പിക് കൂടെ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ട് ടോപ്പിക്സ് ഉണ്ട്. മെയിൻ ഹെഡിങ്സ്, അതായത് മെയിൻ ടോപ്പിക്സ് ഉണ്ട്. രണ്ട് മൂന്ന് ടോപ്പിക്സും കൂടി ഉണ്ട്. കുറച്ച് ഫാസ്റ്റ് ആക്കിയാൽ പിന്നെ അത് മനസ്സിലാവേണ്ടാവണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഫാസ്റ്റ് ആക്കാതെ എടുത്തിട്ട് പോകുന്നു. ഇപ്പൊ ക്ലിയർ ആണോ? ഇത്രയും എടുത്ത പോർഷൻസ് ക്ലിയർ ആണോ? ഓക്കെ. ഇനി സ്റ്റെബിലിറ്റി ഓഫ് സബ്മേർജ്ഡ് ബോഡി, റൈറ്റ്? നമ്മളൊരു ഫ്രീ സർഫസ് ഒരു കണ്ടെയ്നർ കാണിച്ചു, അതിൻ്റെ അകത്തേക്ക് ഒരു ബോഡി വെച്ചു, റൈറ്റ്? ആ ബോഡിക്ക് ഒരു സെൻട്രോ ഗ്രാവിറ്റി ഉണ്ടാവുമല്ലോ, അതിനാണ് ഇവിടെ ജി എന്ന് റെപ്രസെന്റ് ചെയ്തത്. ഈ സെൻട്രോ ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്ന സെൻട്രോ ഗ്രാവിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ വെയിറ്റ് ആക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് സെൻട്രോ ഗ്രാവിറ്റി. അതുപോലെ സെന്റർ ഓഫ് ബോയൻസി, ഈ ബി എന്നുള്ള പോയിന്റ്, സെന്റർ ഓഫ് ബോയൻസിന്റെ പോയിന്റ് എന്ത് വരും? ബോയിന്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, റൈറ്റ്? ഇത് നോർമൽ കണ്ടീഷൻ. ഇതിൽ 3 ടൈപ്പ് കേസസ് വരാം. ഈ ബി എന്നുള്ള പോയിന്റ് ജിക്ക് താഴെ വരാം, റൈറ്റ്? അല്ലെങ്കിൽ ജിക്ക് ഈക്വൽ ആയിട്ട് വരാം, അതും അല്ലെങ്കിൽ ജിന്റെ മുകളിൽ വരാം. ഓക്കെ. ഈ 3 കണ്ടീഷൻ ബേസ് ചെയ്തിട്ടാണ് ഒരു ബോഡി, സബ്മേർജ്ഡ് ആയിട്ടുള്ള ഒരു ബോഡി ആ പൊസിഷനിൽ സ്റ്റേബിൾ ആണോ അല്ലയോ എന്ന് പറയുന്നത്. ഓക്കെ. ബിന്റെ പൊസിഷൻ വെച്ചാണ്, സെന്റർ ഓഫ് ബോയൻസിന്റെ പൊസിഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്താ പറയുക, ഒരു പർട്ടിക്കുലർ ബോഡി സ്റ്റേബിൾ ആണോ അല്ലയോ എന്ന് പറയുന്നത്. ഇനി എന്താ സ്റ്റേബിൾ, എന്താ എന്ന് നോക്കാം. മെയിൻലി 3 ടൈപ്പ് ഓഫ് ഇക്വിലിബ്രിയം ഉണ്ട്. ഒന്ന് സ്റ്റേബിൾ ഇക്വിലിബ്രിയം, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം, ന്യൂട്രൽ ഇക്വിലിബ്രിയം, റൈറ്റ്? ഞാൻ ഒരു കോൺകേവ് സർഫസ് കൺസിഡർ ചെയ്യും. ഇതിനുള്ളിൽ ഞാനൊരു ഒരു മാർബിൾ വെച്ചിട്ടുണ്ട്, ഒരു സ്പെറിക്കൽ മാർബിൾ, റൈറ്റ്? ഞാൻ ഇവിടെ ഒരു ചെറിയൊരു ഫോഴ്സ് കൊടുത്ത് എന്ത് ചെയ്യും, ഇത് 2 ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് തിരിച്ച് എന്ത് ചെയ്യും, ഇനീഷ്യൽ പൊസിഷനിലേക്ക് തന്നെ വന്നു നിൽക്കും, അല്ലേ? അതായത് നമ്മളൊരു ചെറിയൊരു ഡിസ്റ്റർബൻസ് ആ ബോഡിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പൊസിഷൻ ഒന്ന് ഡീവിയേറ്റ് ചെയ്തിട്ട് വീണ്ടും അതിന്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് റീസ്റ്റോർ ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അതിനെന്ത് വരും? അത് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണ് വരും, റൈറ്റ്? നമ്മളെ ഒരു പുഷ് ചെയ്തു, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി തിരിച്ച് ഒരേ പൊസിഷനിലേക്ക് തന്നെ വന്നാൽ അതിന് സ്റ്റേബിൾ ഇക്വിലിബ്രിയം വരും. ഇനി അൺസ്റ്റേബിൾ ആണെന്ന് പറയും, ഇത് കോൺവെക്സ് ഷേപ്പിലേക്ക് ഞാനൊരു മാർബിൾ വെച്ചിട്ട് ഇതിന്റെ മുകളിലേക്ക് ഒരു ഡിസ്റ്റർബൻസ്, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. അതെന്ത് ചെയ്യും? അതാ പോയ പോക്ക് അങ്ങ് പോകും. പിന്നെ ആ പൊസിഷനിലേക്ക് വരുമോ? ഇല്ല, അതങ്ങനെ പോവുകയുള്ളൂ. സോ അതിനെയാണ് എന്ത് പറയും? അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയും. അതൊരിക്കലും തിരിച്ച് അതിനൊരു ഫോഴ്സ് കൊടുത്ത് അത് അതിന്റെ വഴിക്ക് അങ്ങ് പോകും, തിരിച്ച് ആ ഒറിജിനൽ പൊസിഷനിലേക്കൊന്നും അത് വരില്ല. അങ്ങനെയുള്ള കണ്ടീഷനാണ് എന്താ പറയും? അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം വരും. ഇനി ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് എന്താ? ഇനീഷ്യൽ പൊസിഷനിലുണ്ട്, അത് ഞാനൊന്നൊരു ഫോഴ്സ് കൊടുത്തു, അത് ചില കുറച്ച് മോഷൻസ് ഒക്കെ പോയി, അതൊരു വേറൊരു പോയിന്റിലായിട്ട് ഒരു സ്റ്റേബിൾ ആയിട്ട് നിന്നു. പക്ഷെ എന്താ, അത് ഒരിക്കലും ഇനീഷ്യൽ പൊസിഷനിലേക്കല്ല തിരിച്ചു വരുന്നത്. ഓക്കെ. അത് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യും. ഈ അൺസ്റ്റേബിൾ ഇത് പിന്നെ തിരിച്ചൊരു ഇക്വിലിബ്രിയം കണ്ടീഷനെ അറ്റൈൻ ചെയ്യില്ല. ഓക്കെ. ഈ ന്യൂട്രലിന്റെ കേസിൽ എന്താ, ഇത് ഒരു ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യും, ഒരു ആഫ്റ്റർ സർട്ടൻ ടൈം അത് ഒരു ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യും. പക്ഷെ എന്താ പ്രശ്നം? അത് ഒരു ഒറിജിനൽ പൊസിഷനിലായിരിക്കില്ല അറ്റൈൻ ചെയ്യുന്നത്. അങ്ങനെയുള്ള കേസസിനാണ് എന്താ പറയും? ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന് പറയും. ഓക്കെ. ഇത് ജനറൽ ആയിട്ട് ഞാൻ എന്താ സ്റ്റേബിൾ, എന്താ അൺസ്റ്റേബിൾ, എന്താ ന്യൂട്രൽ എന്ന് മാത്രം പറഞ്ഞാണ്. ഓക്കെ. ഓക്കെ. ഇനി 3 കണ്ടീഷൻ ഞാൻ പറഞ്ഞല്ലോ. ബി ഈസ് ബിലോ ജി, എബോ ജി, ഈക്വൽ ടു ജി. ഓക്കെ. ഇനി സപ്പോസ് ബി ജിക്ക് ബിലോ ആണെന്ന്, ഒരു ബോഡി ഇമേഴ്സ് ചെയ്തു, അതിനകത്ത് ബി എന്നുള്ള പോയിന്റ് ജിന്റെ താഴെയാണ്. സോ ഞാൻ എന്ത് ചെയ്തു, ഇതിനൊരു എക്സ്റ്റേണൽ മൊമെന്റം, ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു എക്സ്റ്റേണൽ മൊമെന്റം കൊടുത്തു, റൈറ്റ്? എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് അപ്ലൈ ചെയ്തു. സോ എന്ത് ചെയ്തു, ഈ ജിയിലാണ് നമ്മളെ വെയിറ്റ് അപ്ലൈ ചെയ്യുന്നത്, ബിയിലാണ് ബോയിന്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, അല്ലെ? ഈ 2 ഫോഴ്സിന്റെ ഡയറക്ഷൻ നോക്കിയേ, ഒന്ന് മുകളിലോട്ടാണ്, ഒന്ന് താഴോട്ടാണ്. അപ്പൊ ഇത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും? ഒരു കപ്പിൾ ജനറേറ്റ് ചെയ്യും, ഇല്ലേ? ഒരു കപ്പിൾ, ഈ 2 ഫോഴ്സ് തമ്മിൽ കപ്പിൾ ജനറേറ്റ് ചെയ്യും. നമ്മൾ മെക്കാനിക്സിലൊക്കെ പറഞ്ഞാണ്, അല്ലെ, പഠിക്കുന്നതാണ്.
ജസ്റ്റ് ഈ രണ്ട് ഫോഴ്സ് എന്ത് ചെയ്യും, ഈ രണ്ടും കൂടി ചേർന്നിട്ട് ഒരേ ഡയറക്ഷൻ, അതേ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് റൊട്ടേഷൻ തന്നെ ഇതും കൊടുക്കും. നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുന്ന റൊട്ടേഷൻ ഏതാണോ അതേ ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യും, ഇത് മുകളിലോട്ട് പോയി ഇത് താഴോട്ട് പോയി ജനറേറ്റ് ചെയ്ത് റൊട്ടേഷൻ, ഇത് ഈ ഉള്ളിൽ ഇതിന്റെ ഒരു സ്റ്റെബിലിറ്റി കൊണ്ട് ഒരു റൊട്ടേഷൻ ഉണ്ടാകും. ഇത് എന്ത് ഡയറക്ഷനിലാണ്, സെയിം നമ്മൾ അപ്ലൈ ചെയ്ത ഡയറക്ഷനിലേക്കാണ്. അപ്പൊ എന്താ സംഭവിക്കുക, ഇത് തിരിച്ച് ഒറിജിനൽ പൊസിഷനിലേക്ക് വരില്ല, കുറച്ച് കൊടുക്കും നമ്മൾ ഏത് ഡയറക്ഷനിലേക്കാണ് കൊടുക്കുന്നത് ആ ഡയറക്ഷനിലേക്ക് അതങ്ങ് മറിഞ്ഞങ്ങ് പോകും അല്ലെ. ഇതും ഇൻ ബിറ്റ്വീൻ ഇൻക്ലൂഡ് ഇന്നർ സൈഡിൽ നിന്ന് വരുന്ന ഫോഴ്സ് എന്താ, ബോയൻ ഫോഴ്സും വെയിറ്റ് കൊണ്ടുണ്ടാകുന്ന കപ്പിളും സെയിം നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുന്ന മൊമെന്റത്തിന്റെ ഡയറക്ഷനിലാണ്. സോ എന്ത് സംഭവിക്കും, അത് അൺസ്റ്റേബിൾ ആയിട്ട് പോകും. ഇനി സ്റ്റേബിളിന്റെ കേസിൽ, അതായത് ബോയൻസി ഫോഴ്സ്, സെന്റർ ഓഫ് ബോയൻസി സെന്റർ ഓഫ് ഗ്രാവിറ്റിന്റെ മുകളിലാണെങ്കിൽ എന്താ സംഭവിക്കുക, ഇതേ സെയിം മെത്തേഡിൽ ഞാൻ ആൻഡ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു എക്സ്റ്റേണൽ മൊമെന്റ് കൊടുത്തു. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു എക്സ്റ്റേണൽ മൊമെന്റ് അപ്ലൈ ചെയ്തു. ഓക്കെ, എക്സ്റ്റേണൽ മൊമെന്റ് അപ്ലൈ ചെയ്തു. ദെൻ ബോയൻ ഫോഴ്സ് നോക്കൂ, ബോയൻ ഫോഴ്സ് അപ്വേർഡ് ഡയറക്ഷനിലാണ്, വെയിറ്റ് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്. ഇത് ജനറേറ്റ് ചെയ്യുന്ന കപ്പിൾ ഏത് ഡയറക്ഷനിലാണ് നോക്കി, ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ ഇത് ജനറേറ്റ് ചെയ്യുന്ന കപ്പിള് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അപ്പം ഇവിടെ നമ്മളൊരു എക്സ്റ്റേണൽ മൊമെന്റ് കൊടുത്താൽ അതിനെ റീസ്റ്റോർ ചെയ്ത് ഒറിജിനൽ കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ എന്തിനു പറ്റും, ഒരു ജനറേറ്റ് ചെയ്യുന്ന റീസ്റ്റോറിങ് മൊമെന്റിന് പറ്റും. ഓക്കെ, രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആയതുകൊണ്ട് എന്തുകൊണ്ടും ഇത് കൊടുക്കുന്നതിന് റിയാക്ഷൻ ഫോഴ്സ് പോലെ ഒരു റീസ്റ്റോറിങ് മൊമെന്റ് ക്രിയേറ്റ് ചെയ്ത് ഇതിനെ തിരിച്ച് ഒറിജിനൽ പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. സോ അതുകൊണ്ടാണ് എന്ത് ഇതിന് പറയുന്നത്, സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇനി ബി ജിയിലാണെങ്കിൽ എന്തായിരിക്കും, അത് ന്യൂട്രൽ ഇക്വിലിബ്രിയത്തിലാണ്. അത് അങ്ങനെ പഠിച്ചു വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ബിയും ജിയും കോമൺ പോയിന്റ് ആണെങ്കിൽ അത് ന്യൂട്രൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. സോ ബി ബിലോ ജി ആണെങ്കിൽ എന്ത് സംഭവിക്കും, ബി ഇസ് അബോവ് ജി ആണെങ്കിൽ സ്റ്റേബിൾ ഇക്വിലിബ്രിയം, ബി ബിലോ ജി ആണെങ്കിൽ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം, പി ഇസ് അറ്റ് ജി ആണെങ്കിൽ ന്യൂട്രൽ ഇക്വിലിബ്രിയം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതി വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് നോട്ട് എടുക്കുക, ക്വസ്റ്റ്യൻ എഴുതുക. Rectangular plane surface ഓക്കെ കഴിയാം. ഒരു റെക്ടാങ്കുലർ പ്ലെയിൻ സർഫസ് തന്നിട്ടുണ്ട്. എന്താ ക്വസ്റ്റ്യൻ തന്നിട്ടില്ല, ഒരു റെക്ടാങ്കുലർ നമ്മൾ ഇൻക്ലൈൻഡ് സർഫസിൽ ചെയ്ത കണ്ടീഷനാണ്. ഒരു റെക്ടാങ്കുലർ പ്ലെയിൻ സർഫസ് തന്നിട്ടുണ്ട്, അതിന്റെ വിഡ്ത്ത് 2 മീറ്ററും ഡെപ്ത് 3 മീറ്ററും തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ലൈഡ് ഇൻ എ വാട്ടർ ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ്സ് പ്ലെയിൻ മേക്സ് എൻ ആംഗിൾ 30 ഡിഗ്രി, ഇവിടെ 30 ഡിഗ്രി with the free surface of water, and determine total pressure and position of center of pressure when the upper edge is 1.5 meter below the free water surface. എഴുതി കഴിഞ്ഞില്ലേ? ഹലോ, റിപ്ലൈ പറയടാ, അല്ലെ ഞാൻ അടുത്ത് പോവാണേ. ചെറിയ ക്വസ്റ്റ്യൻ അല്ലേ, ഫാസ്റ്റ് ആയിട്ട് എഴുതും. എന്തായാലും ഞാൻ ഈ സ്ലൈഡൊക്കെ തരും, ജസ്റ്റ് അല്ലേ മനസ്സിലാക്കി വെക്കും, നിങ്ങൾ പിന്നെ ചെയ്താലും മതി. ഓക്കെ, വിത്തിൻ ഒരു ഇന്നോ നാളെയോ ആയിട്ട് ഞാൻ എന്തായാലും മൊത്തം മെറ്റീരിയൽസ് അപ്ലോഡ് ചെയ്ത് തരും. സോ നോക്ക്, ഇവിടെ ശ്രദ്ധിക്കും. സോ നമുക്ക് എന്ത് തന്ന കണ്ടീഷൻസ് ആദ്യം നോക്കുക. ഗിവൺ ഡീറ്റെയിൽസ് എന്തൊക്കെയാ നമുക്ക് തന്നിട്ടില്ലേ, പ്ലെയിൻ സർഫസിന്റെ വിഡ്ത്ത് തന്നിട്ടുണ്ട്, ഡെപ്ത് തന്നിട്ടുണ്ട്, അതിന്റെ ആംഗിൾ 30 ഡിഗ്രി തന്നിട്ടുണ്ട്, ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് അപ്പർ എഡ്ജ് ഫ്രം ഫ്രീ വാട്ടർ സർഫസ് എന്ന് പറയുന്നത് 1.5 മീറ്റർ എന്നാണ്. അതായത് ഇതിന്റെ അപ്പർ എഡ്ജ്, ഈ സി എന്നുള്ള പോയിന്റിൽ അപ്പർ എഡ്ജ്
1.5 മീറ്ററിലാന്ന് തോന്നുന്നു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ടോട്ടൽ പ്രഷർ ഫോഴ്സ് കണ്ടുപിടിക്കണം. സോ ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഇക്വേഷൻ എന്താ? റോ ജി എ എച്ച് ബാർ ആണ് അല്ലേ? റോ ജി എ ഇൻറ്റു എച്ച് ബാർ. സോ റോ എന്താ? വാട്ടർ എന്ന് തന്നുകൊണ്ട് നമുക്ക് എന്താ റോ അറിയാം. ഡെൻസിറ്റി 1000 kg/m3 ആണ്. ജി 9.81 ആണ് അറിയാം. ഏരിയ എന്ന് പറയുന്നത് ഈ പ്ലെയിൻ സർഫസിന്റെ ഏരിയ ആണോ എത്രയാണോ അതാണ് ഏരിയ. സോ എന്ത് വരും? ബി ഇൻറ്റു ഡി വരും. ഓക്കെ, 6 മീറ്റർ സ്ക്വയർ വരും. ഇനി എച്ച് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ എച്ച് ബാർ. എച്ച് ബാർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഈ സെന്റർ ഓഫ് ഗ്രാവിറ്റി എവിടെ വരുന്നോ ആ പൊസിഷന് ഫ്രീ സർഫസിൽ നിന്നുള്ള ഹൈറ്റ് ആണെന്ത്? സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്ക് ഫ്രീ സർഫസിൽ നിന്നുള്ള ഹൈറ്റ് ആണ് എച്ച് ബാർ. ഓക്കെ, ഒരു റെക്ടാങ്കുലർ സർഫസിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്താ വരിക? എവിടെ? നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണല്ലോ. ഒരു റെക്ടാങ്കുലർ സർഫസിന് സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് d/2 ആയിരിക്കും അല്ലെ? ഈ ബേസിനെ കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കുമ്പോൾ d/2 ആയിരിക്കും. അപ്പം ഈ 3 മീറ്ററിന്റെ സെന്റർ പോയിന്റ് 1.5 മീറ്ററിലായിരിക്കും എന്ത് വരിക? സെന്റർ ഓഫ് ഗ്രാവിറ്റി വരിക അല്ലെ? സോ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഈ പോയിന്റ് വന്നു. ദെൻ ഈ ഹൈറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ എന്ന് ഈ ബിയിലേക്കുള്ള ഹൈറ്റ്. സോ എന്ന് ബിയിലേക്കുള്ള ഹൈറ്റ് എന്തായിരിക്കും? AE പ്ലസ് EB ആയിരിക്കും അല്ലെ? സോ എച്ച് ബാർ എന്ന് പറയുന്നത് AE പ്ലസ് EB ആയിരിക്കും. സോ AE എന്താ? 1.5 മീറ്റർ ആണ് ഓൾറെഡി തന്നിട്ടുണ്ട്. എന്താ അപ്പർ എഡ്ജ് എന്ന് പറയുന്നത്? ഇതിന് കറസ്പോണ്ടിങ് ആയ ലെങ്ത് ആയിരിക്കും ഇപ്പുറം ഉള്ളത്, അത് കിട്ടി. ദെൻ EB എന്ന് പറയുന്നത് എന്താ? ഈ ഡയറക്ഷൻ കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലെങ്ത് 1.5 മീറ്റർ ആണ് കിട്ടി. എങ്ങനെ? സെന്റർ ഓഫ് ഗ്രാവിറ്റി 1.5 മീറ്ററിലാണെന്ന് അറിയുന്നതുകൊണ്ട്, അതായത് d/2 ലെങ്ത്തിലാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് അറിയുന്നതുകൊണ്ട് നമുക്ക് എന്തായി? ഈ 1.5 മീറ്റർ കിട്ടി. അപ്പൊ ഈ 1.5 മീറ്റർ കിട്ടി. ഈ ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ വരുന്ന ECB എന്ന് പറയുന്ന ആംഗിൾ എന്തായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. സോ അങ്ങനെ വരുമ്പോൾ ഈ ഡയമെൻഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ട്രയാങ്കുലർ ലോ വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കാം? EB ഡയറക്ഷൻ കണ്ടുപിടിച്ചിട്ട് എത്ര വരും? 1.5 sin 30 വരും. സോ ടോട്ടലി എച്ച് ബാർ ഈസ് ഈക്വൽ ടു 1.5 പ്ലസ് 1.5 sin 30 കിട്ടും. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 2.25 മീറ്റർ കിട്ടി. ഓക്കെ, സോ പ്രഷർ ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ പ്രഷർ ഫോഴ്സ് F ഇറ്റ് വിൽ ബി ഈക്വൽ ടു റോ ജി എ എച്ച് ബാർ വരണം. റോ ജി എ അറിയാം, എച്ച് ബാർ കിട്ടി. സോ ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഈക്വൽ ടു 13.132 കിലോ ന്യൂട്ടൺ കിട്ടി. അല്ലെങ്കിൽ 132 കിലോ ന്യൂട്ടൺ, 1,32,435 ന്യൂട്ടൺ അല്ലെങ്കിൽ 132 കിലോ ന്യൂട്ടൺ. ഓക്കെ, ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? സെന്റർ ഓഫ് പ്രഷർ കണ്ടുപിടിക്കണം. സോ സെന്റർ ഓഫ് പ്രഷർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നമുക്ക് ഉള്ള ഇക്വേഷൻ എന്താ? എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ ടു IG സൈൻ സ്ക്വയർ തീറ്റ എ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ ആണ് അല്ലെ? സോ IG എന്താ? സെന്റർ ഓഫ് എന്താ ഇന്നലെ പറഞ്ഞ IG എന്താണ്? ഇന്നലെ IG എന്താന്ന് പറഞ്ഞേ? Moment of inertia. Moment of inertia about എന്തിനാ ബേസ് ചെയ്തിട്ടാണല്ലോ? മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്, കറക്റ്റ് ആണ്. മൊമെന്റ് ഓഫ് ഇനർഷ്യ കറക്റ്റാ. ഏതിന് ബേസ് ചെയ്തിട്ടാണ്? അബൌട്ട് സെൻട്രോയിഡ് ആണ് അല്ലേ? ഓക്കെ, സോ അബൌട്ട് സെൻട്രോയിഡ് വെച്ചിട്ടുള്ളതാണ് IG എന്ന് പറയുന്നത്. സോ IG ഒരു റെക്ടാങ്കുലർ സർഫസിന് ബേസ്ഡ് ഓൺ എന്താ വരിക? ഇക്വേഷൻ B/12 ആണ്. ഇതിന്റെ ബേസ് ഒന്ന് രണ്ട് ട്രയാങ്കിളുണ്ട്. എന്താ? H/3 ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് എവിടെ വരും? റെക്ടാങ്കിൾ സെൻട്രോയിഡ് എവിടെ വരും? റെക്ടാങ്കിൾ ട്രയാങ്കിളിന്റെ ഒക്കെ IG എന്ത് വരും? ഇതിന്റെയൊക്കെ ഇക്വേഷൻ ഒന്ന് നോക്കി നോക്കണം. മിക്കവാറും പ്രോബ്ലത്തിന് ഇത് തരാൻ സാധ്യതയില്ല. ഓക്കെ, നമുക്ക് യൂണിവേഴ്സിറ്റി പ്രോബ്ലം വരുമ്പോൾ ഇത് തരില്ല നമ്മൾ, കാരണം ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് എന്നുള്ളത് കൊണ്ട്. ബേസിക് ഇക്വേഷൻസ് ആണ്. സോ IG എന്ത് വരും? BD3/12 വരും. സോ എച്ച് സ്റ്റാറിന്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് വരും? BD3/12 4.5 മീറ്റർ റേസ് ടു 4 വന്നു. സോ തീറ്റ 30 ഡിഗ്രി എന്ന് പറഞ്ഞു. എച്ച് ബാർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, എയും കണ്ടുപിടിച്ചു. സോ എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ ടു എത്ര വരും? 2.33 മീറ്റർ വരും. ഓക്കെ, ഈ പ്രോബ്ലം മനസ്സിലായല്ലോ? മുന്നേ യൂണിവേഴ്സിറ്റിക്ക് വന്ന ചോദ്യമാണ്.
ഈ മെത്തേഡ്സിലാണ് പ്രോബ്ലംസ് വരിക. എല്ലാ ഓരോന്നും എല്ലാം വെച്ചിട്ട് ചെയ്യാന്നുള്ളതിലാണ് നോക്കുന്നത്. ഓക്കെ, എല്ലാ കണ്ടീഷൻസും ഇപ്പൊ മാനോമീറ്ററിന്റെ ഒരു പ്രോബ്ലം ഇന്റർവെൽ ഇപ്പോൾ ലൈനിലല്ലോ 50 ഇല്ല സമയം 40 മിനിറ്റ് ക്ലാസ് സാർ. ഓക്കെ, അറ്റൻഡൻസ് കൊണ്ടുപോകും. ഓക്കെ, പറഞ്ഞു. ആകാശ് സാർ പ്രസന്റ് സാർ. അഖിലില്ല. ഓക്കെ, അമിത് പ്രസന്റ്. അനിൽ പ്രസന്റ്. കാർത്തിക് ലതിൻ മുഹമ്മദ് ലതിൻ. ഓക്കെ, ഷഹസാദ് ഇല്ല. ഷഹസാദ് ഓക്കെ പ്രസന്റ് സാർ. ഓക്കെ, മുക്താസിം. ഞാൻ ആസഫ്. ഫർദീൻ. ഫത്തേ ബിൻ സുബൈർ. പ്രസന്റ് സാർ. സമ. പ്രസന്റ് സാർ. ധ്യാൻ. നിഷാദ്. വിവേക്. പ്രത്യുഷ്. പ്രത്യുഷ് ഇല്ല. ഓക്കെ, രാഹുൽ രാജീവ്. അരുൺ. സൗരാഗ്. സൗരാഗ് ഇല്ല. സൗരവ്. ശ്രീരാഗ്. AP. പ്രസന്റ് സാർ. വിഷ്ണു എൻ. പ്രസന്റ് സാർ. പ്രസന്റ്. സൗരാഗ്. ഓക്കെ, സൗരാഗ് ഇല്ല. പ്രത്യുഷ് ഇല്ല. സിയാൻ ഇല്ല. അഖിലും ഇല്ല. 4 ആൾ ആബ്സെന്റ്. ഓക്കെ, ഓക്കെ, നമുക്ക് നാളെ കാണാം.